പോണ കോൺചാടെ. എങ്ങനെ ഉണ്ടായിരുന്നു കന്യാകുമാരി യാത്ര? നന്നായിരുന്നു. ഉദയം കണ്ടു, അസ്തമയവും കണ്ടു. ജീവിതത്തിന്റെ അസ്തമയം എങ്ങനെ ആവണമെന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ വിളി പോലെ കനകന്റെ വിളി വന്നു. അപ്പൊ തന്നെ ഇങ്ങോട്ട് തിരിച്ചു. എങ്ങനെ ഡഗ്ലസിനെയും റോബോട്ടിനെയും കുമാറിനെയും ഒക്കെ കണ്ടോ? മാറില്ല, ശങ്കർ. ആ. ഡഗ്ലസ്, ശങ്കരൻ, റോബോട്ട്. അല്ല, ഈ പേര് മാറ്റി പറയാന്നുള്ളത് ആരെ ബുദ്ധിയായിരുന്നു? ഇവന്റെ ബുദ്ധിയ. നന്നായി, ഇല്ലെങ്കിൽ അറിഞ്ഞാണ്. അതെ. എന്തിനാ അളിയ, എങ്ങനെയാ അളിയ ഈ ഉടുമ്പിന്റെ കൊട്ടേഷൻ നിനക്ക് വന്നത്? അത് ഇവന്റെ ബുദ്ധിയാണ്. അവാക്കണേ എന്റെ തലയെ കൊണ്ട് ഇടല്ലേ, അത് അമ്മാവന്റെ ബുദ്ധിയാണ്. അമ്മാവന്റെ ചീരത്തോട്ടത്തിൽ ഒരു ഉടുമ്പിനെ കിട്ടി. എടാ ക്ലീറ്റസ്, നീ വാ, ഇതിന് നമുക്ക് മറച്ചു വിറ്റാൽ നല്ല പൈസ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് തമിഴ്നാട്ടിലെ ഒരാളുണ്ട് നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണക്ട് ചെയ്തതാണ്. അത്ര ഞാൻ ചെയ്തോളൂ. ആണി അമ്മാവൻ. ഡാഡി ഒന്ന് നീ വന്നേ, എന്ത് മക്കളെ? കുറച്ച് സംസാരിക്കാനുണ്ട്. മാമ കൊണ്ടുപോവാണേ, മടുത്തിട്ട. മനസ്സിലായി. തങ്കം വാ. അവള് നോക്കിക്കോളൂ. മക്കൾക്കാനുള്ള പക്വതയായി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ പൊയ്ക്കോ. ഓ, അമ്മാവനുള്ളത് വരും, അവിടെ നിന്നും വരും, ഇതിനകത്തുനിന്നുണ്ട്. അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. എന്നാ പിന്നെ